2 നില വീടാണോ അത്? 2 നില വീട്. അത് മുഴുവൻ പുസ്തകം? അവിടെ 20,000 പുസ്തകം. ഒരു കാര്യം ആദ്യമേ, ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവസാനത്തേക്ക് വെക്കുന്നതിന് ഒരു അത് ആദ്യമേ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിയുന്നില്ല. ലാസ്റ്റ് ഇയർ യു ആർ ഇൻ എ ലോട്ട് ഓഫ് പെയിൻ അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ ഒരു വർഷമായിരിക്കും ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു, അങ്ങനെ വരുന്നു. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? എന്തൊക്കെയാണ്? അല്ല, ഇത് നമ്മളിപ്പോൾ പുറത്ത് പറയുന്ന പോലെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒന്നല്ല. നമുക്ക് ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് നിലനിർത്തുന്ന ഒന്നാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന കുറേ ഘടകങ്ങളുണ്ടല്ലോ. അതിൽ പൊട്ടാസ്യം കുറഞ്ഞാലും പൊട്ടാസ്യം കൂടിയാലും കാർഡിയാക് അറസ്റ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തായിരിക്കും ഇത് കുറയുക. അപ്പോൾ കുറയാനുള്ള ഒരു പ്രധാന കാരണം നമുക്കൊരു എന്തെങ്കിലും ഒരു ഡയേരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡയേരിയ പിടിപെട്ടിരുന്നു. ഡയേരിയ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ പോകും. ആ ഡയേരിയയിൽ എൻ്റെ പൊട്ടാസ്യം അങ്ങ് കുറഞ്ഞു. കാരണം ഈ ഡയറിയ അങ്ങനെ ഞാൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് പൊട്ടാസ്യം കുറയും. വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരും. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പോൾ അതപ്പം തന്നെ അവർ CPR തന്ന് കാർഡിയാക് പിന്നെ വീണ്ടും പൾസ് വന്നു. അപ്പോൾ പിന്നെ 2 ദിവസം അവർ ICUവിൽ നിൽക്കാൻ പറഞ്ഞു. ICUവിൽ നിന്ന് പിന്നെ എല്ലാം നോർമലൈസ് ആയി. അപ്പോൾ ഇന്നലെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഫുഡ് കൃത്യമായി കഴിക്കാൻ പറ്റാതൊക്കെ വന്നപ്പോൾ നമുക്കൊരു ബോഡി വെയിറ്റ് ലോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു അതൊന്ന് തിരിച്ച് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഒരു ന്യൂട്രീഷനൊക്കെ വെച്ച് ഫുഡൊക്കെ പിന്നെ ബാലൻസ് ഫുഡൊക്കെ ആക്കി തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 2-3 ദിവസം ഈ ICUവിൽ കിടന്നപ്പോൾ എനിക്കൊരു ബെഡ് സോർ വന്നു കാലിന്. അപ്പോൾ അത് പിന്നെ എനിക്ക് ഡയബറ്റീസ് ആയതുകൊണ്ട് ആ വൂണ്ട് ഹീൽ ചെയ്യാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവരത് ഒന്ന് ആഴത്തിലൊന്ന് പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ അല്ലെങ്കിൽ ഞാൻ ഡയബറ്റിക്കാണ്. അതെ, അതെനിക്കറിയാം. ഇപ്പോൾ ഒന്നും അല്ല, അത് 30 വർഷമായി. ഷുഗർ ഇഷ്ടമുള്ള ഒരാളാണ്, ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ ഡയബറ്റിക്കാണ്. ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ 2 സൈഡ് ഉണ്ടാവില്ല. ഒരു റൈറ്റർ, തിങ്കർ ഒരു സൈഡുണ്ട്, ഒരു പൊളിറ്റീഷ്യന് ലോ മേക്കിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഡിബേറ്റുകൾ, ഈ നീഡിൽ എങ്ങനെ മൂവ് ചെയ്യണം, സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സൈഡ്. മറു സൈഡ് ഒരു വലിയൊരു ഫിസിക്കൽ, ഒരു ഇൻ്റലക്ച്വൽ ടാസ്ക്, ഒരു ഫിസിക്കൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പീപ്പിൾ, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ളൊരു കാര്യം. ഹൗ ഡു യു പ്ലാൻ ടു ലൈക്ക് യു ആർ എ റൈറ്റർ തിങ്കർ ഓൺ വൺ സൈഡ്, ഓൺ ദ അതർ സൈഡ് ഹൗ ഡു യു പ്ലാൻ? അല്ല, ഞാനിപ്പോൾ ഇവിടെ കൊടുവള്ളിയിൽ ഈ അസുഖമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ ഫിസിക്കലി അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 10-15 ദിവസമായി അവിടെ തന്നെ. കാരണം കുറേ പ്രവൃത്തികൾ, ഉദ്ഘാടനങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും പോകുന്നു, എല്ലാ ഉദ്ഘാടനങ്ങളും ചെയ്യുന്നു. പിന്നെ പൊതുപരിപാടികളുണ്ടാവും, അതിൽ പങ്കെടുക്കുന്നു, പ്രസംഗിക്കുന്നു, തിരിച്ചു പോരുന്നു. ഫിസിക്കൽ അവൈലബിലിറ്റിക്കൊന്നും പ്രശ്നമില്ല ശരിക്കും. കാരണം എന്താ വെച്ചാൽ യാത്ര, ഇപ്പം ഞാൻ തിരുവനന്തപുരം ഈ അടുത്ത അസംബ്ലിയിൽ പോയി മുഖ്യമന്ത്രിയുടെ ഇഫ്താറിലൊക്കെ പങ്കെടുത്തു, തിരിച്ചു വന്നാണ്. അതൊന്നും പ്രശ്നമില്ല, കാരണം നമ്മൾ യൂസ് ടു ഇറ്റ്. പിന്നെ കാരണം നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ലല്ലോ. അതാണ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് യു ബീൻ എൻ MLA, യു ബീൻ എ മിനിസ്റ്റർ, CMൻ്റെ മകനാണ്, യു സ്പെൻഡ് എ ലോട്ട് ഓഫ് ദീസ് ഇയേഴ്സ് ഇൻ പൊളിറ്റിക്സ്. ബട്ട് ആഫ്റ്റർ ഓൾ ദിസ് ഫിസിക്കൽ എയ്റ്റ്മെൻറ്റ്സ് തിരിച്ച് പൊളിറ്റിക്സിൽ തന്നെ, ഈ പറയുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിൽ തന്നെ യു വാണ്ട് ടു ബി ഇൻ ദ തിക്ക് ഓഫ് ദിസ് തിങ്. വാട്ട് മോട്ടിവേറ്റ്സ്? Electoral politics is entirely different. Electoral politics is decided by the party, whether you should contest or not. അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതേസമയം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഇന്റലക്ച്വലിയും ഫിസിക്കലിയും ടാക്സിങ് ആയ ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയം. സോ
വാട്ട് മോട്ടിവേറ്റ്, എന്താണ് ഇതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പുള്ളി ചെയ്യുന്നൊരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അത് ശ്വസിച്ചിട്ടാണല്ലോ ഞാൻ എൻ്റെ കുട്ടിക്കാലം തന്നെ വളരുന്നത്. എൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. ഓക്കെ. ഇപ്പം പിതാവിനെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇതേപോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് വന്നിരുന്നു. ഓക്കെ. ഇതെല്ലാം ആയാലും ജനങ്ങളെ പിരിയുക എന്ന് പറയുന്നത് അവർക്കൊന്നും പറ്റുന്നതല്ല. ഈ കരുണാകരനൊക്കെ എങ്ങനെയായിരുന്നല്ലോ, കരുണാകരനും അവസാന നാളുകൾ അവർക്ക് പറ്റുന്ന കാര്യമല്ല അത്. കാരണം അവർ ജീവിച്ചതും വളർന്നതും ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ ശരിക്കും എവിടെയാണ് ഞങ്ങളുടെ സ്വസ്ഥമായ സ്ഥലം എന്ന് പറയുന്നത്? ബാത്റൂം നമ്മൾ പറയും, പക്ഷെ വാപ്പക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഷേവ് ചെയ്യുമ്പം ബാത്റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യില്ല ഷേവ് ചെയ്യുന്ന സമയത്ത്. അപ്പം കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു വേണം കാണാൻ. ബാത്റൂമിനകത്ത് അയാൾ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോടൊപ്പം പിന്നെ സംസാരിച്ചുകൊണ്ടാണ് ഷേവ് ചെയ്യുന്നത്. ഓക്കെ. അതായത് അദ്ദേഹം ബാക്കിലാണ് നിൽക്കുന്നത്, പക്ഷെ കണ്ണാടിയിൽ കാണാമല്ലോ. ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ. അപ്പം ശരിക്കും അവിടെ പോയി കണ്ടു വളർന്നതിൻ്റെ അപ്പം അതിൻ്റെ ഒരു വിഷയമാണ് നമുക്കുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഒരിക്കലും നമ്മൾ ഈ വാതിലുകൾ പൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഗേറ്റും പൂട്ടില്ല, ഡോറും പൂട്ടില്ല. അതെനിക്ക് പാണക്കാട് തങ്ങളുടെ വീട്ടിലൊരിക്കൽ പോയപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ആ വീട്ടിൻ്റെ അകത്ത് ഉള്ള സ്ഥലത്തിൻ്റെ ഏതാണ്ട് അത്ര തന്നെ പുറത്തും ബെഞ്ചും ഡെസ്കും മറ്റേ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒരു വെള്ളത്തിൻ്റെ കുടം, തണല് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് ആസ് മച്ച് ഫോർ ദ പബ്ലിക് ആസ് മച്ച് ഫോർ ദോസ് ഹു ലിവ് ഇൻസൈഡ്. ഞാൻ പറയുന്ന പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് അവർക്കും ഇതേപോലെ രഹസ്യമുറികളില്ല. ഞങ്ങളൊക്കെ ഷിഹാബ് തങ്ങൾ പോയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ പോയിട്ടാണ്. ഇപ്പോൾ ബെഡ്റൂം എന്ന് പറയുന്നത് വളരെ ഇൻറ്റിമേറ്റായി അദ്ദേഹത്തിന് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആളുകൾക്ക് വേറെ ഒരു മുറിയിലും ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. അവിടെ എല്ലാം ആളുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ബെഡ്റൂമിൽ പോയിരിക്കും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മെല്ലെ ബെഡ്റൂമിലേക്ക് വന്ന് നമ്മൾ കാര്യങ്ങളും കേട്ട് അതിനും. അപ്പം ഞാൻ ചോദിച്ച ഭക്ഷണത്തിൽ ആ വന്ന ആളുകളിൽ പ്രധാനപ്പെട്ടവരൊക്കെ അദ്ദേഹം ഭക്ഷണത്തിന് വിളിക്കും. അപ്പോൾ എന്നും അവിടുത്തെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 10-20 ആൾക്കുള്ള ഭക്ഷണം കൂടുതലായി വെക്കും. തിരിച്ച് രാഷ്ട്രീയത്തിൽ കുറേയും കൂടി ഊർജ്ജസ്വലനായിട്ട് ഇറങ്ങണം എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഈ എക്സ്പീരിയൻസ് മാറ്റം ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഈ എക്സ്പീരിയൻസ്, കാരണം ഇതൊരു വൺസ് ഇൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കാർഡിയാക് അറസ്റ്റ്. അല്ല, അത് സംഭവം നമ്മൾ ഏറ്റവും സുപ്രധാനം നമ്മുടെ മനഃശക്തി എന്ന് പറയുന്നൊരു സാധനം. നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഞാൻ MT അതിനൊരു ഉദാഹരണമായി കാണും. MT ഈ എല്ലാ പ്രശ്നത്തിന് ശേഷവും MTയുടെ അവസാന നിമിഷം വരെ MT സജീവമായിരുന്നല്ലോ. അങ്ങനെ MT ICUവിൽ കിടക്കുമ്പോഴും എല്ലാവരും പുറത്തിങ്ങനെ ഇനി ഒരു എത്ര ദിവസം എന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാനകത്ത് ഫാമിലി എന്നെ കയറി കാണാൻ വേണ്ടി സമ്മതിച്ചു. മകള് കയറി കണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞ പുള്ളി അൺകോൺഷ്യസ് ആണ്, എല്ലാം ആണ്, ബട്ട് ഹീസ് ഫൈറ്റിങ് ഇൻസൈഡ് എന്നാണ്. മനസ്സിലായല്ലേ? ഇടയ്ക്ക് പൾസൊക്കെ കറക്റ്റായിട്ട് വരിക. അപ്പം ഹീസ് ഫൈറ്റിങ് ഫോർ ലൈഫ് അണ്ടിൽ ഹിസ് എൻഡ്. പുള്ളി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നിട്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അത് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ പുള്ളി ഒരു പോരാളിയായിരുന്നല്ലോ. അത് തന്നെയാണ് കണ്ടിന്യൂ, അത് അഡോപ്റ്റ് ചെയ്യാൻ. അത് എനിക്കെൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറഞ്ഞ വാപ്പ തന്നെ. വാപ്പ ലാസ്റ്റ് ഹൈദരാബാദിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. ഹെൽത്ത് കണ്ടീഷനൊന്നും അത്ര നല്ലതായിരുന്നില്ല, എന്നിട്ടും പോയി അതിലുള്ള യോഗത്തിൽ പങ്കെടുത്ത് ഈ മേരി എ ഗുഡ് സ്പീച്ച് ദേ. അത് കഴിഞ്ഞ് NT രാമറാവു ഒക്കെ ഇരിക്കുന്ന യോഗത്തിൽ വെച്ചിട്ടാണ് പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നിട്ടാണ് പെട്ടെന്ന് ഒരു ഹെമറേജ് വരുന്ന മരിക്കുന്ന. അപ്പോൾ പിന്നെ NT രാമറാവു അവിടെ വരികയാണ് ഹോസ്പിറ്റലിൽ.
പക്ഷെ അവിടെ വെച്ച് മരിക്കുന്നു. അതായത് മരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയക്കാരനായിരുന്നു എം കെ മുനീർന്ന് ഒബിറ്റിൽ വരണം, അല്ലാതെ റിട്ടയർഡ് രാഷ്ട്രീയക്കാരെന്ന് വരരുത്. അതെ അതെ അതെ. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഷ്ട്രീയം, ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. മന്ത്രിയാകുന്നത്, MLA ആകുന്നത് ഒക്കെ അതൊരു എത്രയോ ആളുകൾക്ക് കിട്ടാത്ത ചില സൗഭാഗ്യം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത അവകാശമെന്നാണ് ഞാൻ പറയുക. പക്ഷെ ഞാൻ പറയുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിനൊരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒബ്വിയസ്ലി ഒരു മിനിസ്റ്റർക്ക് ചെയ്യാൻ പറ്റും മറ്റ് ചില മേഖലയിൽ. നമുക്ക് നിയമനിർമ്മാണത്തിന് മാത്രമല്ല, ഒരു സംസ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ശരിയാണ്. നമുക്കൊരു പിന്നെ പേഴ്സണലി ഓൾസോ അധികാരത്തിന് ഒരു സുഖമുള്ള പരിപാടിയാണല്ലോ, അധികാരത്തിനൊരു സുഖമുണ്ടല്ലോ. അതുണ്ട്. അത് അധികാരം എന്ന് പറയുന്നത് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുന്നത് തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവില്ലല്ലോ. രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നു, അതിൽ ചില ആളുകൾ അധികാരത്തിൻ്റെ ഭാഗമായി മാറുന്നു. അവരധികാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ആ പാർട്ടിക്ക് അതിൻ്റെ അധികാരം പങ്കുവെക്കാൻ കഴിയുന്നു. എം കെ മുനീർ എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ലീഗിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ലീഗ് എന്നാണ് അവരുടെ മദർഷിപ്പ്. ലീഗിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യും? കാരണം ലീഗിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? ഏറ്റവും വലിയ ശത്രു ആരാണ്? ഏറ്റവും വലിയ ശത്രു എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് അത് BJP ആണോ, CPM ആണോ, അതോ ലീഗിൻ്റെ അകത്ത് തന്നെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകളാണോ, ശക്തികളാണോ, അതോ ഈവൻ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗമാണോ? ലീഗിൻ്റെ ഏറ്റവും അടുത്ത മിത്രവും ഏറ്റവും വലിയ ശത്രുവും ആരായിരിക്കും? ലീഗ് കഴിഞ്ഞ കുറേ നാളുകളായി ലീഗ് ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് നേരിടുന്നത് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1967 EMS മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് 2 മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് മാർക്സിസ്റ്റ് CPMുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ CPI, അന്ന് CPI അതിൽ നിന്നും വേറിട്ട് വന്നിട്ട് അച്യുതമേനോൻ ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ അതിൽ മുസ്ലിം ലീഗുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ PK വാസുദേവൻ നായർ വന്നപ്പോഴും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് CPI തിരിച്ച് ഇടതുപക്ഷത്തേക്ക് പോയി. അതിനിടയിൽ RSP ഇങ്ങോട്ട് വന്നു. അങ്ങനെ പല രീതിയിൽ. അതുകൊണ്ട് ഈ കേരളത്തിൽ കുറേ നാളുകളായി നമ്മൾ നേരിടുന്ന, അന്ന് BJP ഇവിടെ പ്രസക്തമല്ലല്ലോ, നമ്മൾ നേരിടുന്നത് ഐഡിയോളജിക്കലി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും BJP വളരെ ശക്തിപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ശക്തിപ്പെടുന്നു. ഇവിടെയും അവരുടെ ചില സാന്നിധ്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് BJPയും തുല്യമായി നേരിടേണ്ട ഒരു ശക്തി. കാരണം ഇവിടെ ശരിക്കും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമാണ് CPM. പക്ഷേ ഇവിടെ CPMന് കോൺഗ്രസുമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രാദേശിക രാഷ്ട്രീയത്തിൽ പല പല ഇക്വേഷൻസിൽ വ്യത്യാസം വരും. ആ ഇക്വേഷൻസിലെ വ്യത്യാസം കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നേരിടാനുള്ള 2 ശക്തികൾ എന്ന് പറയുന്നത് LDFും ഒന്ന് NDAയുമാണ്. അതിൽ കൂടുതൽ വലിയ എനിമി ആരാണ്? BJP ആണോ, CPM ആണോ? വലിയ കണ്ടക്ട്സ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും BJP ആണ്. കാരണം BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇതുവരെ നിലനിന്നിരുന്ന ഒരു മൾട്ടി പ്ലൂറൽ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കി അതിനെ ഒരു യൂണിപോളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഭയങ്കര ധ്രുവീകരണം നമ്മുടെ ലോകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് CPMനോടുള്ള എതിർപ്പ് പോലും. CPMന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം,
BJP നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായ ഐക്യത്തിനകത്ത് അവരിപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM നിൽക്കുന്നില്ല. അത് പക്ഷേ ഞാനിപ്പോൾ ഈ അടുത്ത് CPM ജോൺ ബ്രിട്ടാസിനെ ഞാൻ കണ്ടപ്പോൾ ഇതേ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ CPM കോൺഗ്രസ് ലയനം അല്ലെങ്കിൽ ആ ഒരു മുന്നണി രൂപീകരിക്കുന്നത് BJPയുടെ അജണ്ടയാണെന്ന് പറയുന്നത്. അത് BJPയെ സഹായിക്കാനുള്ള ഒരു പ്ലോട്ട് തിക്കനിങ് ആണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അത് ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എവിടെ ആരുമായിട്ടാണ് മത്സരിക്കുന്നത്? BJPയുമായിട്ടാണല്ലോ. അപ്പോൾ കോൺഗ്രസ് BJP എന്ന് പറയുന്ന ഒരു ലയനം അസാധ്യമായ കാര്യമാണ്. അതിൽ നിന്ന് വ്യക്തികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കോ. അതിപ്പം CPM ഒന്നും പോകും. CPM എത്ര പേര് BJP പോയിട്ടുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്കും നമ്മളെടുത്ത് പരിശോധിക്കണമല്ലോ. അതേസമയം BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെയാണ് ഇപ്പം പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താ? BJP അടിക്കാന്നുള്ള. അദ്ദേഹം അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കാറില്ലല്ലോ. അവിടെയാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ട് ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സതീഷിൻ്റെ നുണകൾ എന്ന് പറഞ്ഞാൽ സതീഷിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തു, പിണറായി വിജയനെതിരായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഒരു ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് വ്യക്തികളാണല്ലോ, ഇതെല്ലാം വ്യക്തികൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്. വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഈ ഒത്തൊരുമ ഇല്ലായ്മ ഇത് പിന്നെ എങ്ങനെ ഇത് റിയലൈസ് ചെയ്യും എന്നുള്ളതാണ്. രണ്ട് ശരിയായി നിൽക്കല്ലേ. ഒന്ന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സോഷ്യൽ മീഡിയകളുടെ സൃഷ്ടികളാണ്. ഇപ്പം നമ്മൾ വി ഡി സതീശൻ പറയുന്നത് മുഴുവൻ നുണ എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണോ ഇല്ലയെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. 2, രാഹുൽ ഗാന്ധിയെ കുറേ കാലമായി പപ്പു എന്ന് പറയുന്ന അതായത് ഒരു വിവരവും ഇല്ലാത്ത അമുൽ ബേബി മാത്രമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു വേദിയിൽ മോദിയെ നമ്മൾ നിർത്തുന്നു, രാഹുൽ ഗാന്ധിയെ നിർത്തുന്നു, ലെറ്റ്സ് ഹാവ് എ ഡിബേറ്റ് ഓൺ ദിസ്. അതിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഹീസ് ഫാർ 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 ബെറ്റർ ദാൻ മോദി. ഈ അടുത്തെപ്പോഴെങ്കിലും കണ്ടിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട്? രാഹുൽ ഗാന്ധിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചെയ്തൊരു പ്രസംഗം മാത്രം ഞാൻ എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കാണുന്ന ഒന്നാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു സ്പീച്ച് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒരു സ്പീച്ചിന് ഒരു സ്ട്രക്ചറുണ്ട്. അതിനൊരു ആമുഖം ഉണ്ടാവും, അതിനൊരു ബോഡി ഉണ്ടാവും, പിന്നെ അതിനൊരു കൺക്ലൂഷനുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ അടക്കം ചെയ്യുന്ന പ്രസംഗങ്ങളിൽ ചിലപ്പോൾ ആമുഖം ഉണ്ടാവും, കണ്ടൻറ് ഉണ്ടാവും, ബട്ട് കൺക്ലൂഷൻ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ അപ്രിഹെൻഷൻസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറയും. സൊല്യൂഷനില്ലാതെ ഞാൻ പോയി കഴിഞ്ഞാൽ അത് ആ കേട്ട ജനസമൂഹത്തിനകത്തുണ്ടാക്കുന്ന നിരാശയും ആശങ്കയും ഭയങ്കരമായിരിക്കും. അതേ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവന് മാർഗമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പം ഞാനും അതേപോലെ നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ട്, പക്ഷേ വി ഹാവ് സൊല്യൂഷൻ. പിന്നെ പുള്ളി സൊല്യൂഷൻ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓരോ പ്രശ്നത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലൊരു പരിഹാരം, പക്ഷേ പുള്ളിക്ക് അത് എവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇതിനൊരു മറുവശം ചോദിച്ചോട്ടെ. ശരിയാണ്, ലീഗിൻ്റെ അടുത്തും ഇപ്പം കോൺഗ്രസ് ആയിരിക്കാം വലിയ ശത്രു BJP ആയിരിക്കാം, അത് കഴിഞ്ഞിട്ടുള്ള ശത്രു CPM ആയിരിക്കും. പക്ഷേ ഒരുപാട് ഉപകാരം BJPയെ കൊണ്ട് ലീഗിനുണ്ടാകുന്നില്ലേ ഒരു തരത്തിൽ? പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആലോചിച്ചാൽ, അതായത് ഒരു സൈഡിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദു കൺസോളിഡേഷനാണ് BJP ആഗ്രഹിക്കുന്നതെങ്കിൽ
അതിന് തത്തുല്യമായിട്ടൊരു പോളർ റിയാക്ഷൻ, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സംഭവിക്കുന്നില്ലേ? അതിൻ്റെ ബെനിഫാക്ടർ ലീഗല്ലേ ഒരു തരത്തിൽ? അതല്ല, മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം കൺസോളിഡേഷൻ കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ കേട്ടോ. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ളൊരു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മുഖ്യധാരയിൽ മുസ്ലിങ്ങൾ ഒറ്റക്ക് സഞ്ചരിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ അത് എപ്പോഴും ലീഗിൻ്റെ നേതാക്കൾ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ വാട്ട് ഈസ് എൻ ഇൻസെൻറ്റീവ് ഫോർ എ നോൺ മുസ്ലിം ഗൈ ടു ജോയിൻ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗിൻ്റെ അല്ല ഞാൻ പറയുന്നത്, നോൺ മുസ്ലിംസ് ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കൺസോളിഡേഷനിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം സഞ്ചരിക്കേണ്ട ഒരു പാതയല്ലല്ലോ. ഓക്കെ. അതിനകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും പിന്നെ ഏറ്റവും മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന വിഭാഗവും ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ വോട്ടുകൾ കഴിയുമ്പോൾ പറയും, ഇപ്പം ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഭയങ്കരമായ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ബട്ട് ആ പറയുന്നത് സത്യത്തിൽ ഒരു ഭയങ്കരമായ റിയാക്ഷൻ അപ്പുറത്തെ ഭാഗത്തുണ്ടാക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായ തിരഞ്ഞെടുപ്പിന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഗുണമാണ്. അതിനപ്പുറം ഇങ്ങനെ നമ്മൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള ഗെറ്റ് ഹൗസ് ഉണ്ടാവും. പക്ഷെ അത് ഞാൻ പറയുന്നത് അത് BJPയുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുന്ന റിയാക്ഷനല്ലോ. ലീഗിൻ്റെ തന്നെ നേതാക്കൾ മതമാണ് പ്രശ്നം എന്ന് പറയുന്നൊരു കാലമാണ്. അത് പിണറായി വിജയൻ എടുത്തിട്ട് അങ്ങനെ പറയുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് പറയുന്നു. ലീഗിൻ്റെ ഒരു നേതാവും അത് ഡേഞ്ചറസ് സിറ്റുവേഷനാണ്, നിങ്ങളൊരു മതനിരപേക്ഷ രാജ്യത്ത് ഇതല്ല പറയേണ്ടത് എന്ന് പറയുന്നില്ല. അല്ല, അതിൽ നമ്മളതിനെ ശരിക്കും ഒന്നുകൂടി അനലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അത് ഷാജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം അത് മുസ്ലിം മതമാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇപ്പുറത്ത് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറുപടിയാണ്. അതായത് മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഒരു ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ളൊരു സമൂഹമാണ് ഇവിടെ എത്തിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മതമേ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർ പറയുന്നത് മതവിശ്വാസമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം വരുന്ന എല്ലാ മതങ്ങളെയും ഒന്നിച്ച് നിഷേധിക്കുകയാണ്. അതിന് മതവിശ്വാസികൾക്ക് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പം മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് തിയറി ഉണ്ടല്ലോ. ആ തിയറി അവർ പറയുന്നുണ്ടല്ലോ. വിശ്വാസികൾക്ക് പിന്നെ കൊടിയേരിയുള്ള സമയത്തും പറഞ്ഞിരുന്നു, അമ്പലത്തിൽ പോകുന്നവർക്ക് ഇതിനകത്ത് പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കിട്ടില്ല, ആൾക്ക് അനുഭാവിയായിട്ട് തുടരാം. അതല്ല, ഇവിടെ മതവിശ്വാസികളും ഉണ്ട്, മതവിശ്വാസികൾക്ക് മതമാണ് പ്രശ്നം. പക്ഷെ അത് ഞാനൊരു ലാർജ്ലി കുറച്ചൊന്ന് ആ ഫ്രെയിം വർക്ക് ഒന്നും കൂടി പിന്നോട്ട് വലിച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു ഫിലോസഫിക് ക്വസ്റ്റ്യനാണ്. അത് ലീഗിൻ്റെ ഒറിജിൻ കാലം തൊട്ടുള്ള ഫിലോസഫിക് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ യു ആർ എ പോയറ്റ് ആൻഡ് എ ഗസൽ സിംഗർ ആൻഡ് എവറിത്തിങ്, സോ ഐ തിങ്ക് ഐ കൻ ആസ്ക് യു എ ഫിലോസഫിക് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു പാർട്ടി അതിൻ്റെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഒരു പെർട്ടിക്കുലർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യുമ്പം എത്രത്തോളം അതിന് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളൊരു ലാർജർ ഫിലോസഫിക് ക്വസ്റ്റ്യൻ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടില്ലേ? ഇത് ഞാൻ പറയുന്നത് ഭരണഘടന, നമ്മുടെ ബേസിക് സാധനം എന്താ? ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അപ്പോൾ അദ്ദേഹത്തിന് ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭരണഘടന നൽകുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് കമ്മ്യൂണൽ ബേസിലല്ല, അതേസമയം ഒരു കമ്മ്യൂണിറ്റി ബേസിൽ അവരുടെ
പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് അംബേദ്കർ പറഞ്ഞ, അംബേദ്കർ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? അംബേദ്കർക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അംബേദ്കർ ദളിതരുടെ പേരുള്ള ഒരു പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ നമ്മുടെ മുന്നിൽ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം കമ്മ്യൂണലായിട്ടാണോ ആ സംഘടന ഉണ്ടാക്കിയതല്ലല്ലോ. അദ്ദേഹം ആ പേരിട്ടതിനെ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബ്രോക്കൺ പീപ്പിൾ. അദ്ദേഹം ബ്രോക്കൺ മാൻ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. വി ആർ ബ്രോക്കൺ മാൻ, വി ഷുഡ് കം ഇൻ ടു ദി ലൈം ലൈറ്റ്. ഇപ്പം അന്നേ അദ്ദേഹം ദളിത് വിഭാഗം പറയുന്നത്, നിങ്ങൾ ഈ ചത്ത പശുവിനെ മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ മുഖ്യധാരയിൽ വന്ന് ബാക്കിയുള്ള ജോലി ചെയ്യാനും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് കാണിക്കേണ്ട ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞ ഇതേപോലെ തന്നെയാണ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്. ഓൺലി ഫോർ ദി ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. കാരണം ഒരു പിളർപ്പ് രണ്ട് രാജ്യങ്ങളായി മാറിയൊരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി അരാജകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് യു ബി പൊളിറ്റിക്കലൈസ് യുവർ, നിങ്ങൾ പൊളിറ്റിക്കലൈസ് ചെയ്യണം നിങ്ങളെ എന്ന് പറയുന്നതിൽ എന്ത് തെറ്റെന്ന് എനിക്കറിയില്ല. അതേസമയം നിങ്ങൾ കമ്മ്യൂണലായി നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ സംഘടനകൾ ആ കാലത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. അവർക്ക് നല്ല പേരാണ്, പക്ഷേ അവരുടെ പേരുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനസംഘം എന്നൊക്കെ പറയുന്ന പേരെന്നാണ്, ജനങ്ങളുടെ സംഘമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണുന്ന പാർട്ടിയാണ്. പക്ഷേ ആണോ, ഏറ്റവും എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു തിയറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? പക്ഷേ ഇതേ ആർഗ്യുമെൻറ്റ്സ് തന്നെ ലീഗിനെതിരായിട്ടും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ല, അംബേദ്കർ തുടങ്ങി വെച്ച പാർട്ടി, ഇന്നും ദളിത് പാർട്ടികളുണ്ട്. അവർ ലീഗ് കേൾക്കുന്നത്ര വിമർശനം അവർ കേൾക്കുന്നില്ല. ലീഗിന് ഈ ഒരു പ്രശ്നമില്ല. അതായത് ഇത് കുറച്ച് റിച്ച് മുസ്ലിംസിൻ്റെ ഒരു പാർട്ടിയാണ്, ഇതൊരു കമ്മ്യൂണൽ ബേസിൽ വർക്ക് ചെയ്യുന്നൊരു പാർട്ടിയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങളെന്ന് ലീഗ് പറയുകയും ആനുകൂല്യങ്ങളെന്ന് ഒപ്പോസിഷൻ പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ. ഞാൻ ചോദിക്കാം, ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വരുന്നില്ല. പൊളിറ്റിക്സിൽ 1957 പിന്നെ ഇവിടെ കേരളം രൂപീകൃതമായിട്ടുള്ള ആദ്യ ഗവൺമെൻറ് വരുന്നത്. ആ ഗവൺമെൻറ്റിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച രണ്ടാളുകളാണ് വി ആർ കൃഷ്ണയ്യരും ഡോക്ടർ മേനോനും. അവർ രണ്ടുപേരെ ആ തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവർ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ 57 EMS ഗവൺമെൻറ്റിൽ തന്നെ ഒരു ഷാഡോ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം അതിനകത്തുണ്ട്. കാരണം അത് മുസ്ലിം ലീഗിന് ആദ്യത്തെ ചാൻസ് തന്നത് അതാണിപ്പോൾ അവർ പറയുന്നത്. 67 EMS ആണ് ആദ്യമായി നിങ്ങളെ മന്ത്രിമാരാക്കുന്നതെന്ന്. അല്ല, EMSന് മന്ത്രിസഭ ഉണ്ടാക്കണമെങ്കിൽ അന്ന് ലീഗ് വേണ്ടിയിരുന്നു. 57 EMSൻ്റെ മന്ത്രിസഭയ്ക്ക് ലീഗിൻ്റെ പിന്തുണയുള്ള 2 സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ ഗവൺമെൻറ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കാം. നമ്മൾ പല സ്ഥലത്തും മത്സരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫാദർ മത്സരിച്ചത് കോഴിക്കോടാണ്, അത് MP ആയിട്ട് മത്സരിക്കുന്നത്. കോഴിക്കോട് മുസ്ലിം വോട്ട്സ് മാത്രമാണോ? അല്ല, ശരിയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരാൾക്ക് അന്ന് ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വോട്ട് തന്നത്? അതാണ് എൻ്റെ ക്യൂരിയോസിറ്റി. അന്ന് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷന് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ലീഗായിരിക്കും. എല്ലാ കാര്യത്തിനും മലപ്പുറത്ത് പോകേണ്ടി വരും, കുട്ടികളുടെ എണ്ണം കൂടുകയാണ്, ലീഗിൻ്റെ ഒരു ചീഫ് മിനിസ്റ്റർ വരും എന്നൊരു വാണിംഗ് പോലെയാണ് പറയുന്നത്. അതെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ആരായിരിക്കും? ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഓഡിയൻസ് ആരായിരിക്കും? ഞാൻ പറയുന്നത് അത് കാലത്തിൻ്റെ, ഇപ്പം അതിൽ BJPയുടേതായിട്ടുള്ള റോള് എടുത്തിട്ടുണ്ട്. കാരണം ഒരു മുസ്ലിം
അന്യതാബോധം ഉണ്ടാക്കുക. അതായത് ഒരു അപരവൽക്കരണം നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള, ദളിതിനെതിരെയുള്ള ഒക്കെ അപരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ അപരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോഴത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനി മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈയാളാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ആയ ഒരു സാധനമാണ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് ഈ കേരളത്തിൽ ഇനി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവാൻ അവകാശം, ചീഫ് മിനിസ്റ്ററായൊരു പാർട്ടിയാണ്. അതുപോലെ തന്നെ ഹോം എന്നൊക്കെ പറയുന്നത് ഇനി ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നരേഷൻ, ആ നരേഷൻ്റെ കൂടെ BJP നിൽക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു സാധനം എന്തിനാണ് ഏറ്റെടുക്കുന്നത്? അപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്ത് ഒരു പോളറൈസേഷൻ, ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെയാണ് അവർ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഒരു അന്യതാബോധം കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആളുകൾക്കും ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, നമുക്ക് പോലും ഞാൻ പോലും ഇനി ഒരു വസ്തുനിഷ്ഠമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിമായ മുനീർ സംസാരിക്കുന്നു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അത് നല്ലതാണോ എൻ്റെ ചോദ്യം. മുസ്ലിം ലീഗ് എന്നൊരു പറയുന്നൊരു പ്രസ്ഥാനം, അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭരിക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നിന്ന് ഒരു പ്രസ്ഥാനമൊന്നും അല്ല. ഒരു പോളറൈസേഷൻ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോളറൈസേഷൻ. അന്ന് എല്ലാ കമ്മ്യൂണിറ്റീസിനും നമ്മൾ എഡ്യൂക്കേഷൻ, അത് നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലബാറിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി മുസ്ലിമായിട്ട് കാണുന്ന കാലഘട്ടത്തിലാണ്. മമ്മൂട്ടി ചുള്ളിക്കാടിനോട് പറഞ്ഞൊരു കഥ എവിടെയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സൗഹൃദം, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന മതസൗഹാർദ്ദം. കറക്റ്റ്, ശരിയാണ്. മാത്രമല്ല എനിക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ, ഉച്ചക്ക്, രാത്രി ഞാൻ മതേതരവാദിയാണെന്ന് ഉറക്കെ ഈ പുരപ്പുറത്ത് കയറി പറയേണ്ട അവസ്ഥയാണ് അല്ലേ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ അത് ലീഗിൻ്റെ ഓരോ പ്രവർത്തകർക്കും മുകളിൽ കയറി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. പക്ഷെ അതിൽ കുറച്ചൊക്കെ ലീഗിൻ്റെയും പ്രശ്നങ്ങളില്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഒരു മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി വരും എന്നൊരു വാണിംഗ് പോലെ പറയുമ്പം ലീഗിൻ്റെ ഒരു മുഖ്യമന്ത്രി വന്നാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ ഒരു ലീഗിൻ്റെ നേതാവ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു കാരണം സത്യം പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ 5 സീറ്റ് കുറവേ ഉള്ളൂ. 15 സീറ്റുണ്ട് നിങ്ങൾക്ക്. ഒരു കോൺഗ്രസിനേക്കാൾ 5-6 സീറ്റ് കുറവേ ഉള്ളൂ. നാളെ ഇലക്ഷൻ വരുന്നതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസിനേക്കാൾ സീറ്റ് ചിലപ്പോൾ ലീഗിനായിരിക്കും. 30 സീറ്റ് നിങ്ങൾ മത്സരിക്കാൻ പോകണമെന്ന് പറയും, 27 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നാൽ എന്താ പ്രശ്നം? അല്ല, ഞാൻ അതാണ് പറയുന്നത്. ഇപ്പോഴത്തെ ചർച്ചകൾ ഇനി അവർ 7 അയലത്ത് ഭരണത്തിൻ്റെ ഇനി അടുത്ത ഇതെല്ലാം ഇനി ശരി എല്ലാവരും പേടിച്ചിട്ട് ഇനി അവരെ മന്ത്രിസ്ഥാനത്ത് നിർത്തണ്ട, അല്ലെങ്കിൽ ഇനി അടുത്തെന്താ പറയുക, അവർ തിരഞ്ഞെടുപ്പിനെ നിൽക്കണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം എന്താണ് എൻ്റെ അർത്ഥം? ഒരു പൊളിറ്റിക്കലായി ഒരു കമ്മ്യൂണിറ്റിയെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതാണോ റാഡിക്കലൈസ് ചെയ്യുന്നതാണോ പ്രശ്നം ഈ കാലത്ത്? ഇതിലൊക്കെ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത്, ഞങ്ങളാകെ ചെയ്തിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റിയെ പൊളിറ്റിക്കലൈസ് ചെയ്തു. പൊളിറ്റിക്കലൈസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആക്രമണം ഉണ്ടാകരുത് എന്ന് പറയാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവണ്ടേ? എന്നാൽ അത് ഒരു റാഡിക്കൽ പാർട്ടിയാണെങ്കിൽ എന്താ പറയുക, കത്തിക്കുന്നല്ലേ പറയുള്ളൂ. അപ്പോൾ കത്തിക്കരുതേ, കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കി നിലനിർത്തണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോം തകർത്താൽ ഏറ്റവും അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്നത് റാഡിക്കലായിട്ടുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷൻസും ഇപ്പുറത്ത് കമ്മ്യൂണലായിട്ടുള്ള. ഇപ്പം രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയുള്ളൂ, നമ്മൾ ഈ എനിമിയെ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യരുതെന്ന്. നമുക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വം വേണം. ഒരു BJPയുടെ ഒരു ത്രെറ്റ് വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതൊക്കെയാണ്. ഈ പറയുന്ന പോലെയുള്ള വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ, അതിന് പകരം ലീഗിന് മുമ്പുണ്ടായിരുന്ന ചില പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനത്തെ സാധനങ്ങൾ, അതിൽ ലീഗിന്റെ സ്കോർ കാർഡ് ഇടിഞ്ഞു പോയതുകൊണ്ടും കൂടിയല്ലേ ഈ പറയുന്നത് ഇങ്ങനത്തെ തിയറിക്ക് പബ്ലിക് അക്സെപ്റ്റബിലിറ്റി വരുന്നത്. ഞാൻ പറയുന്നത്
ഒരു വളരെ പാവപ്പെട്ട മേഖലയിൽ, കേരളത്തിലെ കോസ്റ്റൽ മേഖലയിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്. അത് എല്ലാം കൂടി ചേർന്നാൽ ഒരു 10-16 കോൺസ്റ്റിറ്റ്യുവൻസി അത് തന്നെയുണ്ട്. എത്ര പേര് ലീഗിൻ്റെ ലീഡർഷിപ്പിലേക്ക് കയറി വരുന്നുണ്ട്? ഒരു BPL റേഷൻ കാർഡുള്ള എത്ര പേര് ലീഗിൻ്റെ ലീഡർഷിപ്പിലുണ്ട്? ആ രീതിയിലും കൂടി ഇതിന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും താഴേക്കിടയിലുള്ള ആൾക്കാർ ലീഡർഷിപ്പിലേക്ക് വരുന്നു എന്നുള്ള അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കേസാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനെപ്പോഴും പറയും പ്രോലിറ്റേറിയൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ ലീഗാണെന്ന് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ലീഗ് പ്രോലിറ്റേറിയൻ അല്ലാതെ ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നത് പബ്ലിക്കിനുള്ള ആ ഒരു പെർസെപ്ഷൻ ബാറ്റിൽ. ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെടുത്ത് നോക്കാം. എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിട്ട് ഈസ് ഫ്രം എ വെരി ഒരു ലോ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. ആൻഡ് ഹി വാസ് എ പ്രോലിറ്റേറിയൻ. മനസ്സിലായില്ലേ? അദ്ദേഹം ഇവിടെ ആദ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് എതിരാളികൾ പറഞ്ഞിരുന്നത് ഇത് കൈവണ്ടി ലീഗിൻ്റെ ഒരു പാർട്ടിയാണ് എന്നാണ്. അപ്പോൾ അന്ന് കൈവണ്ടി തൊഴിലാളികളുണ്ട് ഈ വലിയങ്ങാടി ഭാഗത്തുള്ള, അവരായിരുന്നു അന്നത്തെ സപ്പോർട്ടേഴ്സ്. അതെ. അപ്പോൾ അതുകൊണ്ട് അന്ന് ജയിച്ചപ്പോൾ കൈവണ്ടി തൊഴിലാളികൾ കൈവണ്ടി വലിച്ചുകൊണ്ടാണ് ആ ജാഥ എന്ന് നടത്തിയത്. അപ്പോൾ അതേസമയം എനിക്കറിയാവുന്ന കേസ്, ഞാൻ കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരാളാണ്. കൊടുവള്ളി ആണെങ്കിലും കിടാശ്ശേരി ആണെങ്കിലും ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇത് അപ്പുറത്ത് എത്തുന്നില്ല? നമ്മൾ തിരുവനന്തപുരത്ത് ഒരാളോട് സംസാരിക്കുമ്പോഴോ എറണാകുളത്ത് ഒരാളോട് സംസാരിക്കുമ്പോഴോ ലീഗിന്റെ ഈ ഐഡന്റിറ്റി എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല? ഞാൻ പറയുന്നത് ലീഗിൻ്റെ MLA-മാരിൽ എത്ര പേര് സമ്പന്ന വരേണ്യവർഗത്തിൽ നിന്നുള്ളവരുണ്ട്? ലൈക്ക് few will far outshine the rest of the majority of them are from very low income family. പക്ഷെ കേരളത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള രാജ്യസഭ MP അതല്ല ലീഗ് എന്താണ്? ഞാൻ പറയുന്നത് എക്സെപ്ഷൻസ് ഉണ്ടാവാം. അല്ലാതെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള ഏതാളുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ഇപ്പോൾ MLA-മാരെ എടുക്കുന്നത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ നമ്മൾ ഓരോ ആളുകളുടെ MLA-മാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവരാണ്. പിന്നെ അവർ എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട് കുറേയൊക്കെ പുതിയ തലമുറയിൽ. ആ എഡ്യൂക്കേഷൻ്റേതായിട്ടുള്ള ഒരു ഗ്ലോറി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അവർ അഡ്വക്കേറ്റ്സ് ആകുന്നു, അവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ലാതെ അവരുടെ ബേസ് തന്നെ ഈ സമ്പന്നന്മാർ മാത്രമാണ് എന്നുള്ളത്. സമ്പന്നന്മാരില്ലാതില്ല, സമ്പത്തുള്ളവരും പാർട്ടിക്ക് വേണ്ടി അവരുടെ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട്. അതേസമയം പാർട്ടി തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ ആളുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബഹുഭൂരിപക്ഷം ആളുകളും ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് മറ്റ് പാർട്ടികളിലുണ്ടാവും. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിൽ എത്ര സമ്പന്നരെ നിർത്തി, അവർ സ്വതന്ത്രരായി നിർത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും എടുത്ത് നോക്കും. പേയ്മെന്റ് സീറ്റ് ആണെന്നാണോ പറയുന്നത്? പേയ്മെന്റ് സീറ്റ് ആണെന്നാണോ പറയുന്നത്? പേയ്മെൻ്റ് ആണോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് സമൂഹം വിലയിരുത്തേണ്ടത്. അതേസമയം അവർക്ക് പാർട്ടിയായിട്ട് പോലും ബന്ധമില്ലാത്ത ഏറ്റവും അടിത്തട്ടിലുള്ള പാർട്ടി വർക്കർമാരവിടെ നിൽക്കുമ്പം എത്ര സീറ്റുകളിൽ അവർ പുറത്തു നിന്നുള്ള സമ്പത്ത് മാത്രം നോക്കിയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മളിതൊക്കെ പറഞ്ഞാലും ഹാർഡ് റിയാലിറ്റീസ് ലീഗിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫേസിലൂടെയാണ് ലീഗ് ഇപ്പോൾ കടന്നു പോകുന്നത്. വെള്ളാപ്പള്ളി ആവട്ടെ BJP ആവട്ടെ എന്തൊക്കെ പറഞ്ഞാലും ലീഗിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫേസിലാണ് ലീഗ് ഇപ്പം നിൽക്കുന്നത്. ഇലക്ട്രലി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ്. 15ഓളം സീറ്റുകൾ, MP-മാര്, ഈ പറയുന്ന തേർഡ് ലാർജസ്റ്റ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ അപ്പം ഏറ്റവും എന്താ പറയുക ഒരു ഗോൾഡൻ ഹിസ്റ്ററി. വെള്ളാപ്പള്ളി ലീഗിനെതിരെ പറഞ്ഞു. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളതൊക്കെയാണ് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ മുസ്ലിം ലീഗാണ് ഇതിൻ്റെ എല്ലാ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണല്ലോ. ഇടതുപക്ഷമാണ് നമുക്ക് ഗുണകരം. മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല.
അത് വെറും മുസ്ലിം വോട്ടിലാണോ? അതെ. അവിടെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അതുള്ള ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ചില വാർഡുകൾ എടുത്ത് നോക്കിയാൽ 98-97% ഹിന്ദു പോപ്പുലേഷനുള്ള വാർഡുകൾ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ സൗത്തിൽ മത്സരിച്ചു. അതെ. സൗത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സൗത്തിൽ ജയിക്കുന്നത് ഇവിടുത്തെ ബ്രാഹ്മൺ വോട്ട്സ്, ഇവിടുത്തെ നായർ വോട്ട്സ്, ഇവിടുത്തെ നമ്പൂതിരി വോട്ട്സ് എല്ലാം ചേരുമ്പോൾ മാത്രമേ, എന്തിനധികം ഗുജറാത്തികളുണ്ട് ആ കോൺസ്റ്റിറ്റ്യുൻസി, ബോറ കമ്മ്യൂണിറ്റി ഉണ്ട്, അങ്ങനെ ഒരു എന്താണ് ഒരു ക്രോസ് സെക്ഷനാണ്. അവിടെ അവർ ശരിക്കും നമ്മൾ ഏത് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം സൊസൈറ്റിക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളതാണല്ലോ നോക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ മഞ്ചേശ്വരം എടുത്താലും കാസർഗോഡ് എടുത്താലും അവിടെയൊക്കെ ഈ മറ്റ് കമ്മ്യൂണിറ്റികൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയ സ്ഥലങ്ങളാണ് അതൊക്കെ. പക്ഷെ അവിടെയൊന്നും പിന്നെ ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ വെള്ളാപ്പള്ളി മാത്രമല്ല, ഇടതുപക്ഷവും ഇപ്പോൾ എ കെ ബാലനൊക്കെ പറഞ്ഞത് ഒരു സാധാ സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ കാണുന്നില്ല. അതായത് മുസ്ലിം ലീഗ് ആഭ്യന്തര വകുപ്പ് കൈകാളി കഴിഞ്ഞാൽ മാറാടുകൾ ആവർത്തിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ ആലോചിച്ച് നോക്കണം. എത്രമാത്രം ഒരു ഹെയ്റ്റാണ് നമ്മൾ ഒരു സമൂഹത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ, കാരണം അത് BJPക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റായി പോലും തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ പറയുന്ന ഒരു നല്ല മറുപടി ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് മുസ്ലിം ലീഗും കൂടി ചേരുന്ന ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ, മുസ്ലിം ലീഗും കൂടി ചേരുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ വ്യത്യസ്തം? ഇപ്പോൾ ഈ ഇലക്ഷനിൽ ലീഗ് ജയിച്ച് കയറി എന്താണ് കേരളത്തിന് ലീഗിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനം? എന്താണ് ലീഗ് അവിടെ ഉള്ളത് കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്നൊരു മെച്ചം? ഞാൻ പറയുന്നത് ലീഗ് എന്നും പുരോഗമനപരമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ലീഗ് ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി സോഷ്യൽ എന്ന് പറഞ്ഞ് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടല്ലോ. മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് ചെറിയ സെക്ഷൻസ്, ഇവിടെ ഈ പറയുന്ന പോളറൈസേഷൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സെക്ഷൻസ് ഉണ്ട്. അത് മറ്റ് കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. അപ്പം ലീഗ് വന്നാൽ ലീഗിനാകെ പറയാനുള്ള എന്താ വെച്ചാൽ, ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇവിടുത്തെ അതായത് ഒരു പ്ലൂറലിസം എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ, അതിനെ നിലനിർത്തി ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം, അതിന് ഏത് ഡയലോഗിന് പോകാനും ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലല്ലേ? ഞാൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. ആ സമയത്ത് ശബരിമലയിലേക്കുള്ള എല്ലാ റോഡുകളും അന്ന് പിന്നെ ടാർ ചെയ്ത് കൊടുക്കേണ്ട ചുമതല എനിക്കുള്ളതായിരുന്നു. നമ്മളത് കൃത്യം ചെയ്യാറുണ്ട്. കാരണം നമ്മളവിടെ ഒരു മുസ്ലിം ലീഗ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടുത്തെ മറ്റ് കമ്മ്യൂണിറ്റികളെ അവഗണിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ ഈ കേരളത്തിൽ? കേരളം അങ്ങനെ ഒരു കൾച്ചറിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തിനാണ് മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രം ഗുണമുള്ളതായിരിക്കും, ആ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇഴവ് കമ്മ്യൂണിറ്റിക്ക് ഒക്കെ ദ്രോഹം ചെയ്യുന്നവരായിരിക്കുമെന്ന് പറയുമ്പോൾ അതിന് ഒരു എക്സാമ്പിളെങ്കിലും എടുത്ത് പറയണ്ടേ? അതിൽ ഒരു ചെറിയൊരു കാര്യമുള്ള മതപരമായിട്ടുള്ളൊരു കളറും കൂടി ലീഗിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുകൊണ്ട് മതപരമായിട്ടുള്ള ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഫിലോസഫികളോ പിന്തുടരുന്ന നേതാക്കളുടെ ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു കളറുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു വളരെ ചില കൺസർവേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ലീഗ് ആസ് എ പാർട്ടി, ലീഗിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനുണ്ട് എന്നുള്ളൊരു പൊതുധാരണ ചിലപ്പോൾ ഉണ്ടാവാം ഈ ഒരു എതിർപ്പിനോട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആയിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണമാണ്, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ലീഗ് അത്ര സപ്പോർട്ടീവ് അല്ല. പക്ഷേ തന്നെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ പോളിസി എഴുതിയതാണ് ഒരു കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൊതുപ്രസംഗത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി
രണ്ട് പേര് ആണുങ്ങൾ ഈ പറയുന്ന കല്യാണം കഴിച്ച് ഒരിക്കലും കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി, അത് ഭയങ്കര വിവാദമായി. അതല്ല, അത് രണ്ടും രണ്ടാണ്. ഒന്ന്, ഇവിടെ ട്രാൻസ്ജെൻഡർ ഉണ്ടോ എന്നൊരു ചോദ്യം, ഞാൻ അന്ന് പിന്നെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററാണ്. അതെ. അന്ന് ഞാൻ പിന്നെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസിൽ ഡൽഹിയിൽ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ഉണ്ടോ. അപ്പോൾ എനിക്ക് ഹെൽത്തിൽ നിന്ന് കിട്ടിയ മറുപടിയേ കയ്യിലുള്ളൂ. അപ്പം ഹെൽത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി ദർ ഇസ് നോ ട്രാൻസ്ജെൻഡർ ഇൻ കേരള എന്നാണ്. ശരി. അപ്പം ഞാനത് അവിടെ അത് കൈമാറി. അപ്പം സോഷ്യൽ ജസ്റ്റിസ് സെൻട്രൽ മിനിസ്റ്ററുണ്ട്, അദ്ദേഹം പറഞ്ഞു നിങ്ങളതൊന്നുകൂടി പോയിട്ട് പുനഃപരിശോധിക്കണം. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള, എനിക്കും അതിനകത്തൊരു സംശയവും ഉണ്ടായി. കാരണം തീരെ ട്രാൻസ്ജെൻഡർ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പം എനിക്ക് കിട്ടിയ മറുപടി ഹെൽത്തിൻ്റെ അല്ലേ. അപ്പം ഞാൻ തിരിച്ചു വന്ന് ഇന്ന് ജിതേന്ദ്ര എന്ന് പറയുന്ന ഡയറക്ടറും KM എബ്രഹാം, ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സെർച്ച് ചെയ്യണം. അപ്പോൾ ജിതേന്ദ്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു നമുക്കൊരു സ്നോബോൾ ടെക്നോളജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് 4 ആളെ നമുക്ക് കണ്ടുപിടിക്കാം. 4 ആളിൽ നിന്നും നമുക്ക് 8 ആളിലേക്ക് പോകാം. അപ്പോൾ ഇവരെങ്ങനെ ആദ്യം ഇല്ലയെന്ന് എഴുതിയത്? അതായത് ഇപ്പം 4 ആൾ ഇവർ ബോർഡേഴ്സിലാണ് പോയി താമസിക്കുന്നത്. ഇവിടെ അവർക്ക് ഭയങ്കരമായ ഹരാസ്മെൻ്റ് ഉണ്ട്. കാരണം അവർ പോലീസ് പിന്നെ ഇവരെ സെക്സ് വർക്കേഴ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇത് ഇവരെ ഒരു ശുഭലക്ഷണമായിട്ടാണ് കാണുക. ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ഇവർ വരികയാണെങ്കിൽ അത് ഒരു മംഗളകരമായിട്ടാണ് കാണുക. അപ്പോൾ അവർക്ക് അവിടെ നല്ല ഒരു സ്വസ്ഥതയുണ്ട്. അതിൽ നിന്ന് 3 പേരെ ഞങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് വന്നപ്പം എബൌട്ട് 25,000 ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ പോളിസി ശരിയാണ് ക്യാബിനറ്റിൽ പാസ്സാക്കിയത് ഞാനാണ്. അവരുടെ ഒരു വലിയ സമ്മേളനം ട്രിവാൻഡ്രത്തെ നമ്മൾ വിളിച്ചു കൂട്ടി. എന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആദ്യത്തെ ട്രാൻസ്ജെൻഡറിന് വേണ്ടിയുള്ള ബാത്റൂം, അതായത് ഇവർക്ക് മെയിൽ ബാത്റൂമിലും ഫീമെയിൽ ബാത്റൂമിലും കയറാൻ പറ്റില്ല. ശരിയാണ്. കാരണം ഇതെല്ലാം ശരിയാണെങ്കിലും അവരെ സോഷ്യലി എത്രത്തോളം മലയാളികൾ എംബ്രേസ് ചെയ്യുന്നു. അതിൽ തന്നെ മലയാളി മുസ്ലിംസിനെ ഞാൻ അടച്ച് ഒരു എല്ലാം കൂടി ഒറ്റ കമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നില്ല, പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എത്ര പേര് അവിടെ അവരെ എംബ്രേസ് ചെയ്യും. ഇത് 2 വ്യത്യാസമുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതും LGBTQ എന്ന് പറയുന്നതും LGBTQ++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 + LGBTQയിലേക്ക് ഇനിയും ധാരാളം ആളുകൾ കയറി വരുന്നുണ്ട്. അപ്പം LGBTQയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ട്രാൻസ്ജെൻഡർ ഈസ് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് എൻറ്റിറ്റിയാണ്. മറ്റേത് ഗേ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലെസ്ബിയൻ എന്ന് പറയുന്നതും ഇപ്പോൾ ഇന്ത്യയിലും അതിനെക്കുറിച്ചുള്ള നിയമപരമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോർട്ടുകൾ നിയമപരമായിട്ടുള്ളൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ലെസ്ബിയൻ എന്ന് പറയുന്നതും ഗേ എന്ന് പറയുന്നതും എതിരെയാണ് സത്യത്തിൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ലെസ്ബിയനും ഗേയ്ക്കും എതിരെയാണ്, അതിനെതിരെയാണ് ഈ മുഴുവൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഒരു ആണും വിവാഹം ചെയ്യാൻ അനുവദിക്കും. അതായത് ഹെട്രോസെക്ഷാലിറ്റിയാണോ അത് ലീഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹോമോസെക്ഷാലിറ്റി ഐഡിയോളജി ഹെട്രോസെക്ഷാലിറ്റിയെ പിന്നെ മാത്രമേ മുസ്ലിം ലീഗ് ഇത് ചെയ്യുന്നുള്ളൂ. മറ്റ് ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെയും ഗേ റിലേഷൻഷിപ്പിനെയും കമ്മ്യൂണിറ്റി, അതായത് അങ്ങനെ ഒരാണുമായിട്ട് കല്യാണം കഴിച്ച് കഴിയുക എന്ന് പറയുന്നതും ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട്. അത് മോഹൻലാൽ ബിഗ് ബോസിൽ വന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുന്നത് മാത്രമല്ല, ഈ മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം
ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ഒരു ഫിലിമിനാണല്ലോ അദ്ദേഹത്തിന് ഏറ്റവും നല്ല പെർഫോമൻസിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ തത്വത്തിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരതിനെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനെ അവർ വേറെ എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണുന്നത്. അതേസമയം ഇതിനെ അവർ, അതായത് അത് ഒരു പുതിയൊരു ജനറേഷൻ ഉണ്ടാകുന്നതിന്, നിലനിൽക്കുന്നതിന്, അപ്പോൾ ഇപ്പം പിന്നെ എന്താ വെസ്റ്റേൺ കൺട്രീസിൽ പോലും അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഹെട്രോസെക്ഷുവാലിറ്റിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതായത് ഒരു ജനറേഷൻ അവിടെ സ്റ്റോപ്പായി പോകുന്നു എന്നൊക്കെ പറയുന്ന കുറേ ചർച്ചകൾ അന്തർദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടല്ലോ ഇതിനകത്ത്. അല്ല, ഞാൻ പറയുന്ന വ്യക്തിപരമായ, ഇപ്പം ഞാൻ ഒരു ലെസ്ബിയൻ വേറൊരു ലെസ്ബിയൻ പിന്നെ ഒരു സ്ത്രീയുമായി അവർ താമസിക്കുന്നതിന് എന്താ നമുക്ക് പ്രശ്നം? പക്ഷെ അവർ ഇവിടെ മലപ്പുറത്ത് ഒരു വീടിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അവരെ ചീത്ത പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റിയത്? അത് നമ്മൾ ഏത് കാര്യത്തിലും സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. സൊസൈറ്റിയിൽ ഞാൻ പറയട്ടെ, പിന്നെ എന്താ പക്ഷേ യു ഡോണ്ട് അപ്രൂവ് പേഴ്സണലി, യു ഡോണ്ട് അപ്രൂവ് അഭിമാന ഇതെന്ന് പറയുന്നത് അല്ല, അപ്രൂവ് എന്ന് പറയുന്നതല്ല, അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പോയിട്ട് അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ചെയ്യുന്നതിന് നമുക്കതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഗേ എന്ന് പറയുന്ന രണ്ടാണുങ്ങൾ പിന്നെ അവർ തീരുമാനിക്കുക ഞങ്ങളൊരു, ഇപ്പം ഞാൻ പറയാം, യുവൽ നോഹ ഹരാരി ഏറ്റവും നല്ല പുസ്തകങ്ങൾ എഴുതിയ മുഴുവൻ അയാളാണ്. ഹോമോ സാപ്പിയൻസ്, ഹോമോ ഡ്യൂസ്. ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഞാൻ പുസ്തകത്തിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പരിചയപ്പെട്ടു, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ. അപ്പം ഞാൻ എതിരാണ്, നിങ്ങൾ ഇത് ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, അതയാളുടെ സ്വാതന്ത്ര്യം. അതേസമയം പക്ഷേ കേരളത്തിലൊരു കമ്മ്യൂണിറ്റി മതപരമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് പണ്ഡിതന്മാരുടെ ഇടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ട്രാൻസ്ജെൻഡറിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഇപ്പോൾ ഡൽഹിയിൽ പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷന് MSF നിന്നപ്പോൾ MSFനോട് അവിടുത്തെ കുട്ടികൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ പോളിസി ഓൺ ട്രാൻസ്ജെൻഡർ MSFൻ്റെ? അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ കോപ്പി ഉണ്ടോ? ഞാൻ ട്രാൻസ്ജെൻഡർ പോളിസീൻ്റെ കോപ്പി അവർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ആ JNUവിൽ MSFന് ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടി. അതേസമയം നമ്മളിവിടെ ലെസ്ബിയന് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കിയിട്ടില്ല, ഗേക്ക് വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ, അത് സുപ്രീം കോടതി പോലും റിജക്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പം നമുക്കത് നിയമപരമായി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഭരണത്തിൽ വരാൻ പോകുന്ന ഒരു മുന്നണി, അതിൻ്റെ നേതാക്കൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിലോസഫി, അവിടെ ഈ പറയുന്ന സോഷ്യലി കൺസർവേറ്റീവ് എന്ന് ഒരു വിഭാഗം കരുതുന്ന ഞാൻ ചിന്തകൾ, ലെസ്ബിയൻ പോളിസി, ഗേ പോളിസിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അധികാരത്തിൽ വരേണ്ടത്. അത് ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ പറയട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാമല്ലോ. ഇതേ പ്രശ്നങ്ങൾ ഈ പറയുന്ന ജെൻഡർ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂസാണ്. എത്ര വനിതകൾ ലീഗിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു എന്നുള്ള എപ്പോഴും കണക്കെടുക്കും. മറ്റു പാർട്ടികളുടെ കണക്കുകൾ എടുക്കാറുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി, എല്ലാ പാർട്ടിയും പാട്രിയാർക്കലാണ്, എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഒരു പാർട്ടിയല്ലേ, ഗൗരിയമ്മ ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ, എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കിയില്ല അതുവരെ? ലീഗിന് പറ്റുമോ? അല്ല, ലീഗിൻ്റെ അല്ലല്ലോ, ഏറ്റവും പുരോഗമനം സംസാരിക്കുന്നവരല്ലേ മാർക്സിസ്റ്റ് പാർട്ടി. ലീഗ് എന്തായാലും ഒരു സങ്കുചിതാണ്. നിങ്ങൾ എല്ലാ പാർട്ടിയും പാട്രിയാർക്കലാണെങ്കിൽ ഞങ്ങളും എന്താ അങ്ങനെയല്ല, ലീഗിനെ നിങ്ങൾ ഏറ്റവും പിന്തിരിപ്പെന്ന് കരുതിക്കോളൂ. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പുരോഗമന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ടോ? ഈ രാജ്യത്ത് പിന്നെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല. അങ്ങനെയല്ലോ, നമ്മൾ മറ്റു പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ. അതേസമയം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പിന്നെ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും അധികം സങ്കീർണ പ്രശ്നമുള്ള ഒരു പാർട്ടിക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കാൻ പറ്റാതെ വരണ്ടേ? പക്ഷെ പറ്റാതെ വന്നിട്ടില്ലല്ലോ. ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റുന്ന കുറച്ച് സീറ്റുകൾ ഇപ്പം നമ്മൾ നിർത്തിയതൊന്നും തോൽക്കുന്ന സീറ്റല്ല.
ഇവിടെ സൗത്ത് മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കഴിഞ്ഞ മാഷ് എത്രയോ മത്സരിച്ച് ജയിച്ചുകൊണ്ടല്ലോ. ഞാൻ 2 പ്രാവശ്യം ജയിച്ച ശേഷമാണ് അവിടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ തോൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയത് തോറ്റ മണ്ഡലത്തിലാണ്. ഓക്കെ. കൊടുവള്ളിയിൽ നമ്മൾ തോറ്റ മണ്ഡലത്തിലാണ് ഞാൻ പോയിട്ടുള്ളത്. ജയിച്ച മണ്ഡലം ഞങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടാണ് പോയത്. അത് ആ കാൻഡിഡേറ്റ് പോലും മോശമായിരുന്നല്ല, ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആണ് എന്ന് മാത്രമല്ല, അവർ പിന്നെ വനിതാ കമ്മീഷനിൽ അംഗമായിരുന്നു. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പിന്നെ സോഷ്യൽ രംഗത്ത് അത് ആ സമയത്തുണ്ടാകുന്ന പൊളിറ്റിക്സാണ് ഞാൻ പറയില്ല. അതിൽ നമ്പർ ഓഫ് അന്ന് UDF കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കുറ്റിയാടി അങ്ങ് പോയില്ലേ. ആ കൂട്ടത്തിൽ സൗത്ത് പോയപ്പം അത് സ്ത്രീകളെ തോൽപ്പിക്കാൻ വേണ്ടി ഇട്ടു എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇല്ല, ഒരിക്കലല്ല. അവർ ജയിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ലീഗിന് ഒരു അഡീഷണൽ ഓഡിറ്റ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു ഓഡിറ്റ് അത് ലോകമെമ്പാടും ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറയും. പക്ഷെ അതാണ് കേരളത്തിൽ അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണോ? ഇപ്പോൾ 50% പിന്നെ റിസർവേഷനിൽ നിങ്ങൾ നോക്കണം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ എത്ര സ്ത്രീകൾ മുസ്ലിം ലീഗിൻ്റെ വന്നു? എന്തായാലും 50% വേണ്ടേ? അപ്പം എത്ര പഞ്ചായത്ത് പ്രസിഡൻസ് മുസ്ലിം ലീഗിൻ്റെ സ്ത്രീകളുണ്ട്? അവരും ഒരു ഗവൺമെൻ്റ് അല്ലേ? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടുന്ന് ഇവർ ജയിച്ചു ഒരു MLA ആവുന്നു, അതിനേക്കാൾ പവർഫുള്ളല്ലേ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ഒരു കാറ്, അല്ല പഞ്ചായത്ത് പ്രസിഡൻ്റ് കാറ് വെച്ചുകൊണ്ട് അവരൊരു ഓഫീസിലിരുന്ന് ഒരു സെക്രട്ടറിയെയും ബാക്കിയുള്ളവരെയും ഭരിക്കുന്നു എന്ന് പറയുന്ന എത്ര മുസ്ലിം ലീഗിൻ്റെ എന്താ ആരും അതിനൊരു ഗൗരവമായിട്ട് കാണാത്തത്? ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു ലാർജർ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്ന ഒരു അഡീഷണൽ ഓഡിറ്റിൽ ലീഗിന് വരുന്നുണ്ട്. ഉണ്ട്, കറക്റ്റാണ്. അതായത് ഇതിൽ മാത്രമല്ല, ഇത് ആഗോള തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇന്ത്യ ഹെയ്റ്റ് ലാബ് പുറത്തിറക്കിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. എല്ലാ വർഷവും ഇറങ്ങുന്നതാണ്. 2005 അതിപ്പോൾ ഇറങ്ങി. അത് നിങ്ങളെടുത്ത് നോക്കൂ. ഓരോ സ്റ്റേറ്റിലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ എതിരെ, ഷെഡ്യൂൾ കാസ്റ്റിനൊക്കെ എതിരെ എത്ര സ്പീച്ചസ് വന്നിട്ടുണ്ട്. സ്പീച്ചസ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് കൃത്യമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിലേ ഒരു കമ്മ്യൂണിറ്റി ഓഡിറ്റിലാണുള്ളത് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് സെക്കുലർ എന്ന് പറഞ്ഞാൽ പോരാ. സെക്കുലറാണെന്ന് കാണിക്കുന്നതിന് സർവ്വദൈവങ്ങളെയും വിളിക്കേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, മറ്റു മതങ്ങളെ ഞാൻ അടിസ്ഥാനപരമായി എതിർക്കുന്നു, അതിനെ ഞാൻ വെറുക്കുന്നു എന്നെല്ലാം പറയേണ്ട ഒരു സാരമുണ്ട്. നമ്മൾ ഈ പറയുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദുവായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ മുസ്ലിമിനെ വെറുക്കുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയുള്ളൂ. അതാണ് ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം. അത് പക്ഷേ ഈ ആഗോളതലത്തിലുള്ളതാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ആഗോളതലത്തിലുള്ളതാണ്. അതെല്ലാ മൊത്തത്തിൽ ഈ കമ്മ്യൂണിറ്റി ഭയങ്കര അഗ്രസീവാണെന്നും അവർ വെറും പിന്നെ ഈ നിഷ്കാസന ശാസ്ത്രം കൊണ്ട് നടക്കുന്നവരാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അതല്ല കറക്റ്റ്. അപ്പം അതുകൊണ്ടും കൂടിയല്ലേ മുസ്ലിം ലീഗ് സത്യം പറഞ്ഞാൽ കുറേ കൂടി പവർഫുൾ ആയിട്ടൊരു ഫോഴ്സായിട്ട് ഇപ്പോൾ എമർജ്. ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു റെസിപ്രോക്കൽ റിയാക്ഷൻ ആയിട്ടല്ലേ മുസ്ലിം ലീഗ് കുറച്ചുകൂടി ഒരു മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ആവുന്ന ആൾക്കാർ പറയുന്നു. മുസ്ലിം വോട്ടുകൾ ഈ പറയുന്ന ലീഗിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയുടെ കീഴിലോ കൺസോളിഡേറ്റ് ആവുന്നു. അത് ഈ പറയുന്ന ഒരു റെസിപ്രോക്കൽ എഫക്റ്റ് അല്ലേ? ഒരു ആൻറ്റി BJP അത് ഉണ്ടാവാം. പക്ഷേ അവർ മുന്നണി നോക്കും. ഇപ്പം ഞാൻ പറയാം, മുന്നണിയും കൂടി നോക്കിയിട്ടുണ്ട് കോൺഗ്രസ്. ഇപ്പം ഞാൻ പറയാം, ലെഫ്റ്റ് കുറേ കാലം അവർ ലെഫ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ലെഫ്റ്റ് എന്ത് ചെയ്യും? ലെഫ്റ്റ് അപ്പീസ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ കേട്ടോ, അപ്പീസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പീസ്മെൻറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പം കുറേ കാലം മുസ്ലിങ്ങൾ അവർക്കല്ലേ വോട്ട് ചെയ്ത്.
അതുകൊണ്ടല്ലേ അവർ 2 തവണ അധികാരത്തിൽ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു മൈനോറിറ്റി വോട്ട് ഇല്ലാതെ രണ്ടിലേതെങ്കിലും ഒരു മൈനോറിറ്റി സപ്പോർട്ട് ചെയ്യാതെ ഒരാൾക്കും ഭരണത്തിൽ വരാൻ വരാൻ പറ്റില്ല. പറ്റില്ലല്ലോ. അപ്പോൾ അത് വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് അവർ എടുത്തു ലെഫ്റ്റ്. അപ്പോൾ ആ സമയത്ത് അവരിലേക്കാണ് പോയത്. പിന്നെ അവരെന്ത് ചെയ്തു? വെറും മൈനോറിറ്റി വോട്ട്സിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെന്ത് ചെയ്തത്? അവർ ജാതീയ വോട്ടുകളിലേക്ക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ജാതിയുടെ വോട്ടുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ചിലരെങ്കിലും വളരെ എക്സ്ട്രീമായി സംസാരിക്കും. പക്ഷെ ഇതൊക്കെ എല്ലാ പാർട്ടിയിലും ഉള്ള അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അത് ഒക്കെ ആ കാലഘട്ടത്തിലുള്ള പൊളിറ്റിക്സിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ എല്ലാ കാലത്തും മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം ലീഗിൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്ന് വിശ്വസിക്കാനോ, അത് പിന്നെ ഈ പറഞ്ഞ ഇസ്ലാമോഫോബിയ ഉള്ളത് കൊണ്ട് ഒന്നിച്ച് നിൽക്കാനോ, അല്ലെങ്കിൽ എല്ലാ സമയത്തും അത് UDFൻ്റെ ഭാഗമായി നിൽക്കാനോ തയ്യാറാകുമെന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ അങ്ങനെ ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ ലെഫ്റ്റിനെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു. അല്ല, ഈ പ്രാവശ്യം അവരൊരു മോശക്കാരനാണോ ലെഫ്റ്റ്? ഒരു തരത്തിലും കമ്മ്യൂണിറ്റി ഈ ഇലക്ഷനിൽ ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ അതല്ലേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം 100% കമ്മ്യൂണിറ്റിയുടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ലല്ലോ. പക്ഷെ ലാർജ്ലി കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന ലെഫ്റ്റിനോട് എതിർപ്പുണ്ട്. ഈ ലാർജ്ലി ചില ഇഷ്യൂസ് വരുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കമ്മ്യൂണിറ്റീസ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ചില സമയത്ത് പിന്നെ ലെഫ്റ്റിൻ്റെ ഭാഗമാണ് നിന്നിട്ടുള്ളതെങ്കിൽ പിന്നെ ചില ഇപ്പോൾ കഴിഞ്ഞ പിന്നെ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസിൽ ഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയും UDFൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്നാലും അതൊരു 70% വരുള്ളൂ, 30% അപ്പുറത്ത്. അതേപോലെ ഒരു 65-68% ഓഫ് ക്രിസ്ത്യൻസ് ഒരു കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടായി. ഹിന്ദു കമ്മ്യൂണിറ്റിയെ 3 വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അത് BJP കുറേ കൊണ്ടുപോകും, കുറേ UDF കൊണ്ടുപോകും, കുറേ LDF കൊണ്ടുപോകും. അപ്പോൾ അത് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ബഹുഭൂരിപക്ഷം പിന്നെ UDFൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് നമുക്ക് ഈ കോർപ്പറേഷനുകളും മെയിനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തുകളും പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പിടിക്കാൻ സാധിച്ചത്. ഇതേ സാധനം തന്നെ നിയമസഭയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് ഇത് പക്ഷേ എന്നാലും ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ലീഗിന് വർക്ക് ചെയ്യാൻ ഏറ്റവും സുഖമുള്ള ഒരു നേതൃത്വം എങ്ങനെയായിരിക്കും? കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലീഡർഷിപ്പുമായിട്ടും കൂടി ഒരു സിങ്ക് വേണമല്ലോ. ഇപ്പം ഞാൻ ഈ 3 പേരെ പറയാം. അവരുടെ ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള 4 പേരെ പറയാം. അവരുടെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു 1 ലൈനിൽ. VD സതീശൻ. അല്ല, ഞാൻ നെഗറ്റീവ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. നെഗറ്റീവ് മനുഷ്യരായ ഞാൻ പറയുന്നത് പിന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്ററെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം കോൺഗ്രസിനുണ്ട്. But you have a personal relationship with all these four? Yeah, I have good relations with all of them. So that's why I can say only pro. ഓക്കെ. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും ഈ പറയുന്ന കുറച്ചുകൂടി യങ്ങർ ആയത് VD സതീശൻ ആയതുകൊണ്ട് കുറച്ചുകൂടി അങ്ങനെ നമുക്ക് അവരുടെ പിന്നെ പൊളിറ്റിക്സ്, അതായത് അവരുടെ ചീഫ് മിനിസ്റ്റർ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. കാരണം കഴിഞ്ഞ തവണ പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ നമ്മളൊക്കെ കരുതിയ പിന്നെ രമേശ് ചെന്നിത്തല അല്ലല്ലോ AICC തിരഞ്ഞെടുക്കുന്നത്. AICC VD സതീശനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ VD സതീശൻ വന്നു കഴിഞ്ഞാൽ പിന്നെ VD സതീശന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നെഗറ്റീവ് പറയണ്ട, അക്സെപ്റ്റ് യുവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ റിയാലിറ്റി. പക്ഷേ ഈ 4 പേരുടെ ഒരു പോസിറ്റീവ് എന്താണ്? 4 പേരിൽ വ്യത്യസ്തമായിട്ടുള്ള VD സതീശൻ, KC, ഓക്കെ 3 പേര്. സോറി 3 പേര്. ഓക്കെ. അതിൽ
ഞാൻ 4 എണ്ണി നോക്കിയതാ, ചിലപ്പോൾ ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. പറഞ്ഞോടെ ഈ മൂന്നല്ലാതെ അവരുടെ എനിക്കും അറിയില്ല, എനിക്കറിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. AICC അല്ലേ തീരുമാനിക്കട്ടെ. ഈ ഇപ്പൊ 3 പേരുടെ ഒരു അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചർച്ചയെ ഇത് ബാധിക്കാൻ പാടില്ല. കാരണം പക്ഷെ ഇവര് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നേതാക്കളാണ് അല്ലേ? ഈ മൂന്നിനും അതിൻ്റേതായിട്ടുള്ള ധാരാളം പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഭയങ്കരമായ എഫേർട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വെൽ സ്റ്റഡീഡായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും മാത്രമല്ല ഇതിന് പുറമെ അദ്ദേഹത്തിന് ഭയങ്കര ആഴത്തിൽ ഉള്ള നല്ല വായന. മാഷിന്റെ ആ ഒരു കോമൺ ഇൻട്രസ്റ്റ് കുറെ ഉണ്ടാവും. അതെ, കോമൺ ഇൻട്രസ്റ്റ്. പുസ്തകം ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കോപ്പി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തരും. അങ്ങനെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന അത്, പക്ഷേ പുസ്തകങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എല്ലാ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ആഴത്തിലുള്ള വിവരമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ജാഥ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ഞാനുമായിരുന്നു പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായിട്ട്. രമേശ് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവാണ്. അപ്പോൾ ഒരുവിധം ആ കാലഘട്ടത്തിലുള്ള എല്ലാ സാധനവും പുറത്തു കൊണ്ടുവന്നത് രമേശ്ജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പലർക്കും പത്രങ്ങൾക്ക് പോലും രമേശ്ജി പറഞ്ഞ ശേഷമാണ് ആ വാർത്ത കിട്ടാറുള്ളത്. സാധാരണ പത്രം പൊട്ടിച്ച വാർത്തകൾ നമ്മളെടുത്തിട്ട് അതിന് പകരം രമേശുള്ള സമയത്ത് പല കാര്യങ്ങളും അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും അത് പ്രതിഫലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. KC എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ദേശീയ നേതാവായി അറിയപ്പെടുകയും അവരുടെ പറയുന്ന AICCയുടെ ഒരു പ്രധാനിയായി മാറുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആസ് എ മിനിസ്റ്റർ ഞാൻ പറയാം, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ടൂറിസം മിനിസ്റ്ററായിരുന്നു. ആ സമയത്ത് ടൂറിസത്തിൽ ധാരാളം വികസനങ്ങളും ഭയങ്കര ഉൾക്കാഴ്ചയുള്ള ഒരാൾ. ആലപ്പുഴയിലുള്ള ആ കനാലുകളുണ്ടല്ലോ, ആ കനാലുകളുടെയൊക്കെ നവീകരണം എന്ന് പറയുന്നത് KCയുടെ അപ്പോൾ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ആളുകളുമായിട്ട് അവർക്ക് നല്ല അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ മൂന്ന് പേർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതും കൂടി ചോദിച്ചോട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനോട് ഞാൻ ഒരിക്കലും എതിരഭിപ്രായം പറയുന്ന ആളല്ല. ഞാനും അദ്ദേഹവും തമ്മിൽ നല്ല ഇക്വേഷനാണ്. അദ്ദേഹത്തെ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു വാത്സല്യം എനിക്ക് കിട്ടാറുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയാണ്. പക്ഷെ അതേസമയം ആസ് എ ചീഫ് മിനിസ്റ്റർ പിന്നെ ആ പാർട്ടിക്ക് വന്നു പോയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരൊറ്റ ഇവിടെ ഇപ്പം നമുക്ക് 3 പേരെ പറയാൻ പറ്റിയിട്ടുണ്ടല്ലോ. 3 പേരെ പറയാൻ പറ്റുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അപ്പുറത്ത് നിങ്ങൾക്ക് പിണറായി അല്ലാതെ ഒരു പേര് പറയാൻ പറ്റില്ല. പറയാനൊക്കെ പറ്റും, പക്ഷെ അവർക്ക് തന്നെ പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ. ഇവിടെ ഞാനാണ് അല്ലെങ്കിൽ പിന്നെ അത് പറയാനുള്ള. BJP ആരെങ്കിലും ഈ പ്രൈവറ്റ്ലി റെസ്പെക്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് BJP-യിലോ? പബ്ലിക്ലി നമ്മൾ ഒപ്പോസ് ചെയ്യെങ്കിലും അല്ല. BJP ശ്രീധരൻപിള്ളയായിട്ട് ഞാൻ നല്ല റിലേഷനായിരുന്നു. എൻ്റെ ഫാദറൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം അന്ന് ABVP-യുടെ നേതാവാണ്. ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ വളരെ അനുകൂലം. അദ്ദേഹം എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഇവിടെ പിന്നെ മാറാടല്ല, നടുവട്ടത്തൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ നടുവട്ടത്തെ പ്രശ്നത്തിൽ ഒരു കമ്മ്യൂണൽ ടെൻഷനിലേക്ക് പോയപ്പോൾ അദ്ദേഹം BJP-യുടെ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മുതലക്കുളത്ത്. ഞാൻ അങ്ങോട്ട് ചെന്ന് സൈഡിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് പുള്ളി ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവിടെ 2 കമ്മ്യൂണിറ്റി തമ്മിൽ തല്ലിച്ചാവും. അത് പക്ഷേ അദ്ദേഹം അവിടെ
ഇടപെടുകയും ഞാൻ എൻ്റെ ആളുകളോട് പിന്നെ സൈലൻ്റ് ആവാൻ പറയും. അങ്ങനെ നമുക്ക് ഒരു ബേണിങ് ഇഷ്യൂ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ പലരുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. എന്നെ PA വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, മാഷിൻ്റെ PA റംസാൻ നോമ്പ് തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു ഫൈറ്റും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഫൈറ്റും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. നടക്കട്ടെ.